കള്ളപ്പണം വെളുപ്പിക്കലിൽ സിപിഐഎമ്മിനെ കുരുക്കാൻ ഇഡി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ സിപിഐഎം അക്കൗണ്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇഡിയുടെ നീക്കം. വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും ധനമന്ത്രാലയത്തിനും കത്തയച്ചു. വിശദാംശങ്ങളുമായി ബി ദിലീപ് കുമാറാണ് ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ബി ദിലീപ് കുമാർ. ഇപ്പോൾ ഈ റിസർവ് ബാങ്കിനും ധനമന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടക്കം കത്തയക്കുന്നത് അത് ഏത് സാഹചര്യത്തിലാണ്? ക്രിസ്റ്റീന, സ്മിത, അടുത്ത കാലത്ത് വളരെ വിവാദമായതാണ് ഇലക്ട്രൽ ബോണ്ട് വിവാദം. ഇലക്ട്രൽ ബോണ്ട് വിവാദം ഉയർന്നപ്പോൾ തന്നെ കള്ളപ്പണക്കാരിൽ നിന്ന് പണം സ്വീകരിക്കില്ല എന്ന നിലപാടെടുത്ത പാർട്ടിയാണ് CPIM. ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് CPIM എന്നൊക്കെ CPM നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ആ CPIMനെ സംബന്ധിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടപടിക്ക് നീക്കം തുടങ്ങിയിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ 5 അക്കൗണ്ടുകൾ CPIMൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ടുകളാകട്ടെ അത് ബാങ്കിൽ അംഗത്വം എടുത്തുകൊണ്ടല്ല CPIM ഈ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. പകരം ആവശ്യമായ രേഖകൾ KYC അനുസരിച്ചുള്ള കസ്റ്റമറെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരം രേഖകളൊന്നുമില്ലാതെയാണ് CPIMന് ഈ 5 അക്കൗണ്ട് തുടങ്ങാൻ അനുമതി നൽകിയത്. ബാങ്ക് ഭരണസമിതിയിൽ CPIM നേതാക്കളായിരുന്നു. വസ്തു വാങ്ങുന്നതിനും അതോടൊപ്പം പാർട്ടി ഫണ്ടിൻ്റെ ഉപയോഗത്തിനും പാർട്ടി അംഗങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ലെവിക്കുമായൊക്കെയാണ് ഈ അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത് എന്നും ഈ ED അവരുടെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല CPIMനെ സംബന്ധിച്ച് വർഷാവർഷം കണക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടതുണ്ട്. അതിൽ പാർട്ടിക്ക് ലഭിക്കുന്ന സംഭാവനകൾ, ചെലവാക്കിയ പണം, ഇക്കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായി പ്രതിപാദിക്കണം. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ മാർച്ച് 31 മുമ്പ് സമർപ്പിച്ചിട്ടുള്ള കണക്കിൽ ഈ തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂരിലെ അടക്കമുള്ള അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് CPIMനെതിരെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കണക്കുകൾ നൽകാത്തതിൻ്റെ പേരിലും ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുമുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന നിലയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഈ കത്തിൽ പറയുന്നുണ്ട്. CPIM നേതാക്കൾ ഭരിക്കുന്ന അവർ അംഗമായിട്ടുള്ള ഭരണസമിതി അത് പാവപ്പെട്ട അംഗങ്ങളുടെ വസ്തുവകകൾ പണയപ്പെടുത്തിക്കൊണ്ട് കോടികൾ തട്ടിയെടുത്തു. ഇതുകൂടാതെ ഈ ബാങ്കിലെ അംഗങ്ങൾ അറിയാതെ തന്നെ അവരുടെ വസ്തു മറ്റൊരു മോർഗേജ് ചെയ്തുകൊണ്ട് കൂടുതൽ ലോൺ എടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും CPIMനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഇതൊരു വലിയ കുരുക്കാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ക്രിസ്റ്റീന, സ്മിത. ബി ദിലീപ് കുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്.